എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ. കടയിൽ പോവാ സാധനമൊക്കെ വാങ്ങിക്കാൻ. പച്ചക്കറിയൊക്കെ വാങ്ങണമായിരുന്നു, അതിന് കടയിൽ പോയതാണ്. സൂപ്പർ മാർക്കറ്റിൽ നല്ല ഫ്രഷ് പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. അവിയൽ, സാമ്പാർ, തോരനൊക്കെയുള്ള പച്ചടിയൊക്കെ വെക്കാൻ. അപ്പോൾ അവിടെ കണ്ട പൂക്കളമാണിത്. നല്ല മനോഹരമായ പൂക്കളം അവിടെ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊന്നും ഇടാറില്ല, ഇങ്ങനെ പോകുമ്പോൾ പൂക്കളമൊക്കെ കാണും, ഞാനൊരു വീഡിയോ എടുക്കും. പിന്നെ ചിപ്സൊക്കെ വറുത്തത് തലേദിവസമൊക്കെ വറുത്ത് വെക്കും. വന്ന് ഓണത്തിൻ്റെ അന്ന് നമുക്ക് വറുക്കാൻ പാടാണല്ലോ, എത്രയും വിഭവങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഒരാൾ ഉണ്ടാക്കിക്കൊണ്ട് വരണമെന്ന് പറയുമ്പം ബുദ്ധിമുട്ടല്ലേ. അതിൻ്റെ കൂടെ ചിപ്സൊക്കെ ഉണ്ടാക്കാൻ. ഉപ്പേരിയൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കും. പിന്നെ അച്ചാർ വകയൊക്കെ 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ മാങ്ങ അച്ചാറിടാനും വാങ്ങിച്ചു. നാരങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നാരങ്ങ എന്ന് പറയുന്നത് കറുനാരങ്ങയല്ല, നമ്മുടെ ചെറിയ നാരങ്ങ. അത് ഞാൻ അച്ചാറിട്ടു. ചില സമയത്ത് വെള്ളയായിട്ടൊക്കെ ഇടും, കാന്താരിയൊക്കെ ചേർത്ത്. ഇതിപ്പോൾ ചുമന്ന കളറിലാണ് ഇട്ടത്. പിന്നെ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ തലേദിവസം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ തലേദിവസം എല്ലാം പണികളൊക്കെ കുറച്ചൊക്കെ ഒതുക്കി വെക്കും. പിന്നെ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാനെ കൊണ്ട് മാവെല്ലാം കൂടെ അരച്ചു വെക്കണമായിരുന്നു. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കണമല്ലോ, അതിനുവേണ്ടി എല്ലാവർക്കും കൂടെ ഇഡ്ഡലി പുഴുങ്ങിയെടുത്തു. പിന്നെ സാമ്പാറും വെച്ചു. കുറച്ച് സാമ്പാർ ബാക്കി ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ കഴിക്കാനുമുണ്ട്, ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനുമുണ്ട്. അങ്ങനെ സാമ്പാർ പരിപാടി ഞാൻ തന്നെയാണ് പാചകമൊക്കെ ചെയ്യുന്നത്. അങ്ങനെ സാമ്പാറും ഒക്കെ ആയി. പിന്നെ കഴിഞ്ഞ ദിവസം വയനാടൻ കൊല വാങ്ങിച്ച് അതിൽ കുറച്ച് പഴുപ്പിച്ചില്ലയോ, അത് പുഴുങ്ങിയെടുത്ത് രാവിലെ കാപ്പിക്ക്. അങ്ങനെ ഏത്തയ്ക്ക പുഴുങ്ങിയതും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചായയൊക്കെ ഇട്ടു, എല്ലാവർക്കും കാപ്പിയൊക്കെ കൊടുത്തു രാവിലെ. പിന്നെ നമുക്ക് ഊണിനുള്ള വിഭവങ്ങൾ ഒരുക്കാനൊക്കെ കൊണ്ട് ഉള്ളതൊക്കെയാണല്ലോ. അങ്ങനെ പിന്നെ പായസം എല്ലാം കഴിഞ്ഞാണ് പായസം ഉണ്ടാക്കിയത്. കറികൾ അവിയൽ, സാമ്പാർ, തോരന്, പച്ചടി അതൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞാണ് പായസമൊക്കെ ഉണ്ടാക്കാനിരുന്നത്. അങ്ങനെ പായസവും എല്ലാം ഉണ്ടാക്കി. പിന്നെ പപ്പടമൊക്കെ കാച്ചാനുണ്ടായിരുന്നു. അങ്ങനെ പപ്പടവും എല്ലാം കാച്ചി. പിന്നെ എല്ലാവർക്കും ഊണൊക്കെ കൊടുക്കണം. അങ്ങനെ പായസം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിശേഷം ഉള്ളപ്പോഴേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ പായസം പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ അത് ഇച്ചിരി ഏറെ കൂടുതലുണ്ടാക്കും. അവരിടയ്ക്കൊക്കെ വന്ന് എടുത്ത് കഴിക്കും പായസമൊക്കെ. അങ്ങനെ ഞാനുണ്ടാക്കിയ ഓണസദ്യയാണിത്. വെളുപ്പിനെ എഴുന്നേറ്റുണ്ടാക്കിയതാണ്. എല്ലാം ഞാൻ തന്നെയാണ്. തേങ്ങ തിരുമ്മിയതും കൂട്ടാൻ അരിഞ്ഞതും എല്ലാം ഞാൻ തന്നെയാണ് പാചകമൊക്കെ. പിന്നെ ചേട്ടൻ പിന്നെ ഇലയൊക്കെ വെട്ടിത്തരും, കടയിൽ പോയി പഴമൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരും, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ഓണസദ്യ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല സന്തോഷം നിറഞ്ഞൊരു ഓണം ആശംസിക്കുന്നു. എല്ലാവരും തിരക്കിലൊക്കെ ആയിരിക്കുമല്ലോ. ഓണമെന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷത്തിൻ്റെ ഒരു ദിവസമൊക്കെ. അന്ന് എല്ലാവർക്കും ഒരിച്ചിരി സദ്യ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ വിഭവങ്ങളെല്ലാം തയ്യാറാക്കി കഴിയുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. പിന്നെ ഇതെല്ലാം ടേബിളിൽ കൊണ്ടെല്ലാം സെറ്റ് ചെയ്തെല്ലാം വെക്കണം. പിന്നെ അങ്ങനെ ടേബിളിൽ കൊണ്ടെല്ലാം സെറ്റൊക്കെ ചെയ്ത് എല്ലാവർക്കും ഇലയൊക്കെ ഇട്ടു. ആരും കഴിക്കുന്ന വീഡിയോ ഒന്നും പിടിച്ചില്ല, അങ്ങനെ ആർക്കും ഇഷ്ടമല്ല വീഡിയോ പിടിക്കുന്നത്. അപ്പം ഞാൻ തന്നെ കറികളൊക്കെ ഉണ്ടാക്കി എൻ്റെ വീഡിയോ ഒന്ന് എടുത്തതാണ്. വെളുപ്പാങ്കാലത്ത് എണ്ണീറ്റ് തട്ടിക്കൂട്ടലുകളൊക്കെ കാണിച്ച് എൻ്റെ വീഡിയോ. പിന്നെ കുഞ്ഞും കൂടെ സഹായിച്ചു, മോളെല്ലാം എടുത്ത് ടേബിളെ കൊണ്ട് വെക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം വിളമ്പി എല്ലാവർക്കും കൊടുക്കണം, കൊടുത്തിട്ട് ഞാനും കഴിക്കണം. പിന്നെ പാത്രങ്ങളെല്ലാം ഇത്രയും കഴുകാനുണ്ട്. അങ്ങനെ ഓണത്തിൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.